രാവിലെ നോക്കിയപ്പോൾ സ്വർണ്ണമത്സ്യങ്ങളെ വളർത്തുന്ന ഗ്ലാസ് അക്വേറിയത്തിലെ ഏറിയേറ്റർ കം ഫിൽറ്റർ പ്രവർത്തനം നിലച്ചതായി കണ്ടു. അപ്പോൾ ഉടനെ എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ. ഇന്നാണെങ്കിൽ പുതിയത് വാങ്ങിക്കാനും പറ്റില്ല. ഏറിയേറ്റർ വാട്ടർ ഫിൽറ്റർ അഴിച്ചെടുത്തൊരു ബക്കറ്റിൽ വെച്ചു. എന്നിട്ട് ശക്തിയായിട്ട് ടാപ്പിൽ നിന്നൊരു ഹോസ് ഉപയോഗിച്ച് വെള്ളം ചീറ്റിച്ചു. അപ്പോഴതാ ധാരാളം ചളി അതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ചളി കൊണ്ട് ബ്ലോക്ക് ആയതായിരിക്കും. കുറേ ചളി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പമ്പും ഫിൽറ്ററും വേർതിരിച്ച് മാറ്റി. എന്നിട്ട് വേറെ വെള്ളം സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇത് പമ്പാണ്, പിന്നെ ഇത് ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്തൊരു സ്പോഞ്ച് പോലെ ഒരു സാധനം ഉണ്ടാവും, അതാണ് ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും വെവ്വേറെ നല്ലോണം ഫ്ലഷ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും വെള്ളം ഫ്ലഷ് ചെയ്തപ്പോൾ കുറേ ക്ലിയറായി തുടങ്ങി. തിരിച്ചു വരുന്ന വെള്ളം കുറേ ക്ലിയറായി തുടങ്ങി. എന്നാലും പൂർണ്ണമായിട്ട് ചളി പോയി എന്ന് പറയാറാവില്ല. അതിനുശേഷം ഫിൽറ്ററിൻ്റെ മൂടി അഴിച്ചു മാറ്റി. അപ്പോൾ ഫ്ലഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ കൂടെ ചളി ഇറങ്ങി വരാൻ തുടങ്ങി. ആ സ്പോഞ്ച് വേറെ മാറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗം സൈഡിൽ കാണാം, അതിൻ്റെ മൂടി വേറൊരു സൈഡിൽ കാണാം, ആ സ്പോഞ്ചും കാണാം. ഇപ്പോൾ നല്ലോണം ചളി സ്പോഞ്ചിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരുന്നു. ആ വെള്ളം മറിച്ച് കളഞ്ഞിട്ട് പിന്നെയും ഫ്ലഷ് ചെയ്തു. ഇപ്പോൾ വെള്ളം തെളിഞ്ഞു തുടങ്ങി. കുറേ കൂടി വൃത്തിയാവാൻ വേണ്ടി വെള്ളം ഫ്ലഷ് ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല ക്ലിയറായി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലോണം ക്ലീനായി എന്ന് തന്നെ കരുതാം. കാരണം ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ അധികം ചളിയൊന്നും കാണാനില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ അങ്ങനെ തുടർന്ന ശേഷം ആ സ്പോഞ്ചൊക്കെ ഒന്ന് അമർത്തി കൊടുത്തു, അതിലുള്ള ചളി കുറച്ചുകൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി. എന്നിട്ട് ഒന്നുകൂടെ ഫ്ലഷ് ചെയ്തു. അതിനുശേഷം ആ പമ്പ് തിരിച്ച് ഫിറ്റ് ചെയ്തു. അതാ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നത് കാണാം. നല്ലൊരു ജെറ്റാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ എയറേഷനും നടക്കുന്നുണ്ട്, ഫിൽട്രേഷനും നടക്കുന്നുണ്ട്.